ഇന്തിഫാദ എന്ന പേരിനെ ആർക്കാണ് പേടി? കേരള സർവകലാശാലയുടെ യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് കൊടുത്താൽ എന്താണ് കുഴപ്പം? ഇന്തിഫാദ എന്ന അറബി പദം കലോത്സവത്തിന് നൽകിയതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി തീർപ്പാക്കി. കാരണം കോടതിയുടെ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ അറബി പേര് മാറ്റണമെന്ന് VC ഉത്തരവിറക്കി. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പ്രമേയവുമായാണ് കലോത്സവത്തിന് SFI ഭരിക്കുന്ന യൂണിയൻ ഇന്തിഫാദ എന്ന് പേരിട്ടത്. ഇതിനെതിരെ സംഘപരിവാർ സംഘടനകളാണ് നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. എന്തുകൊണ്ടാണ് ഈ വാക്ക് സംഘപരിവാറിനെ ചൊടിപ്പിക്കുന്നത്? ചെറുത്തുനിൽപ്പ്, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ അർത്ഥങ്ങളുള്ള അറബി വാക്കാണ് ഇന്തിഫാദ. കാരണം ആ വാക്കിന് ഒരു ചരിത്രമുണ്ട്. ആ വാക്കിനുള്ളിൽ തീയുണ്ട്. 1952 ഇന്തിഫാദ എന്ന ലോകം ആദ്യം കേൾക്കുന്നത്. ഈജിപ്തിലെ ഏകാധിപത്യ രാജവാഴ്ചയ്ക്കെതിരെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തെരുവിൽ നടത്തിയ പ്രക്ഷോഭം. അവിടെ നിന്നിങ്ങോട്ട് പല സമരങ്ങളെയും പ്രക്ഷോഭങ്ങൾക്കും ഈ പേരുപയോഗിച്ചെങ്കിലും ഫലസ്തീൻ ജനതയുടെ പ്രതിരോധം എന്ന പേരിലാണ് ഈ വാക്ക് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഫലസ്തീനിലെ കുട്ടികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരായ പ്രതിരോധത്തെ അവർ ഇന്തിഫാദ എന്ന് വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഫലസ്തീൻ ജനതയുടെ അതിജീവന പ്രക്ഷോഭമാണ് ഇന്തിഫാദ. ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇക്കാലത്ത് ഈ വാക്കിന് സമകാലിക പ്രസക്തിയുണ്ടെന്ന് അർത്ഥം. ഇന്തിഫാദ എന്നത് തീവ്രവാദവുമായി ബന്ധമുള്ള പേരാണെന്നാണ് സർവകലാശാല VCയുടെ കണ്ടെത്തൽ. ആയുധമേന്തിയുള്ള പോരാട്ടമെന്നും ഈ വാക്കിന് അർത്ഥമുണ്ടത്രേ. രാജ്യത്തിന്റെ വിദേശ നയത്തിനെതിരാണെന്നും പലരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമാണെന്നും പേര് വിലക്കാൻ VC കാരണം പറയുന്നു. ബാനറിലോ പോസ്റ്ററിലോ അടക്കം ഒരിടത്തും പേര് കാണരുതെന്ന കർശന നിർദ്ദേശവും VC നൽകിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടത് ഇന്നത്തെ കാലത്തോടുള്ള യുവതയുടെ ഒരു പ്രതികരണം കൂടിയായിരുന്നു. ഇങ്ങനെ എത്രയോ സർഗാത്മക ഇടപെടലുകൾ നടന്ന ഇടങ്ങളാണ് നമ്മുടെ കലാലയങ്ങൾ. പക്ഷേ വലതുപക്ഷം ലോകം ഭരിക്കുന്ന കാലത്ത് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം അടിയുറച്ചു നിന്നവരാണ് ഇന്ത്യൻ ജനത. ഇസ്രയേൽ ക്രൂരതകളെ തുറന്നെതിർക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഫലസ്തീനിലുള്ളവരെ ഭീകരവാദികളാണെന്നും അവർക്കെതിരെയുള്ള പ്രതിരോധമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നുമുള്ള വിദണ്ഡവാദം കൂടി വരുന്നു. അവരെയാണ് ഇന്തിഫാദ എന്ന വാക്ക് പൊള്ളിക്കുന്നത്. ഈ രീതി ഇങ്ങനെ പോയാൽ വിപ്ലവം ജയിക്കട്ടെ എന്നർത്ഥമുള്ള ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന വാക്കിനെതിരെയും പരാതി പോകുന്ന കാലം വിദൂരമല്ല. കാരണം ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന ഉറുദു മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഇസ്ലാം മത വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റായ മൗലാന ഹസ്രത്ത് മൊഹാനിയാണ്.